അപ്പം അവിടുന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ 10.5 എന്നുള്ളതല്ല, ചിലത് 12 ഉണ്ട്, 13 ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്, അങ്ങനെ വാങ്ങുന്ന ആളുകളുണ്ട്. മെഡിക്കൽ കോഡിങ്ങിലെ എൻ്റെ സാലറി വെറും 10.5K പെർ മന്ത്. ഇറ്റ്സ് നോട്ട് റുപ്പീസ് ഗൈസ്, ഇറ്റ്സ് AED. സോ ഈ റിയാലിറ്റികളൊന്നും അറിയാതെ നമ്മൾ എങ്ങനെ ഈ കരിയറിനെ ജഡ്ജ് ചെയ്യും? ഒരുപാട് എക്സ്പോഷറും നോളജും നമുക്ക് കിട്ടേണ്ടതുണ്ട്. സോ ലെറ്റ്സ് സ്റ്റഡി ഡീറ്റെയിൽഡ് അബൌട്ട് ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കമൻറ്റ് ബേസ്ഡാണ് നമ്മൾ ഇന്നത്തെ ടോക്ക്. കമൻറ്റ് സൈഡ് കാണാം. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കിതിൻ്റെ നിങ്ങൾക്കും അതിൽ സംശയം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയാൻ, തള്ളാണോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫാക്റ്റ് എന്നറിയാൻ, സത്യമാണോ അല്ലെങ്കിൽ വെറുതെ ആണോ എന്നുള്ളത് നമുക്കൊരു ജെനുവിനിറ്റി വേണമല്ലോ. അപ്പം ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഇൻസിഡൻറ്റ് ഇവിടുത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനിൽ കുട്ടികൾ വന്നിട്ടുള്ള മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പ് സെഷനിൽ ഡയറക്റ്റ് നമ്മുടെ ഒരു ഫേവറേറ്റ് ഗാർഡിയൻ ആണ് ഈ ഒരു റെസ്പോൺസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഡയറക്റ്റ് ഗൂഗിൾ മീറ്റ് വിളിച്ച സമയത്ത് ഇവിടെ ഡയറക്റ്റ് കുട്ടികൾ ലൈവായിട്ട് നമ്മൾ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് ഓൺ ആക്കിയിട്ട് സ്പീക്കറിലിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ സംസാരത്തിൽ കുറേ കാര്യങ്ങൾ ആൾ കടയിൽ വന്ന ജേണിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. സംസാരങ്ങൾ മുന്നോട്ട് പോയി 3-4 മിനിറ്റ് ആൾ സംസാരിച്ചു. അപ്പോൾ അത് എൻ്റെലേക്കാണ് നമ്മുടെ ഷെയർ സാർ അതിനോട് സെഷൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ സാലറി ചോദിക്കാൻ പാടില്ലാത്തതാണ്, എന്നാലും സാലറിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമെന്ന് പറഞ്ഞ സമയത്താണ് ആൾ ജസ്റ്റ് അതിൻ്റെ ഒരു റേഞ്ച് റിവീൽ ചെയ്തത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ ആളുടെ പെർമിഷനോട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തത്. അപ്പം 11.5K AED എന്നുള്ള ഒരു സ്ലാബ് പറഞ്ഞത്. അതിന് ശേഷവും ഇങ്ങനെ ഒരു കമൻറ്റ് വന്നതിന് ശേഷവും ഞാൻ 1-2 പേരോട് എക്സ്ട്രാ ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചിരുന്നു. അപ്പം അവിടുന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ 10.5 എന്നുള്ളതല്ല, ചിലത് 12 ഉണ്ട്, 13 ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്, അങ്ങനെ വാങ്ങുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മളിതിനെ പറ്റിയില്ല, മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി നമുക്കുള്ള നോളജ് അല്ലെങ്കിൽ നമുക്കുള്ള എക്സ്പീരിയൻസ്, നമുക്കുള്ള ഇൻഫർമേഷൻസ് എത്രത്തോളം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടേ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ അവരുടെ ആളെ ഏറ്റവും കൂടുതൽ അവിടെ എന്താ പറയുക, അത്യാവശ്യം ഈ ഒരു സെക്ഷനിലൊക്കെ ഡീൽ ചെയ്ത് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള, നമ്മളായിട്ട് എന്താ പറയുക കടിയായിട്ട് കണക്ഷനുള്ള ആളല്ല, ബട്ട് ഞാനൊരു പേഴ്സണലായിട്ട് കണക്ഷനുള്ള ആളാണ്. ആളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആൾ പറഞ്ഞ ഇൻഫർമേഷൻസ് ഇത് തന്നെയാണ്. ഗവൺമെൻറ് സൈഡിൽ ഈ പറഞ്ഞ പാക്കേജിലോട്ടേക്കുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടുന്നുണ്ട്. അത് 12 വരെ പോകുന്നുണ്ട്, 13 പോകുന്നുണ്ട്, IP പോലുള്ളതിലൊക്കെ വരുന്നുണ്ട്. ഗവൺമെൻറ് ബേസ് ചെയ്തുള്ള ഹോസ്പിറ്റൽസിനും അതിൻ്റെ ബേസ് ചെയ്തുള്ളതാണ്. പിന്നെ സെമി ഗവൺമെൻറ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 7-8 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. IP ആണെങ്കിലും OP ആണെങ്കിലും ആ ഒരു പാക്കേജ് സിസ്റ്റം ആണ് എക്സിസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ അത് 5-6 ആ റേഞ്ചാണ് പാക്കേജ് പോകുന്നതെന്ന് പറഞ്ഞു. AED ആണ്. പിന്നെ പറഞ്ഞ പോലെ ചെറിയ ക്ലിനിക്കുകളൊക്കെ വരുന്ന സമയത്ത് 3.5-4 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. അപ്പം ഇത് മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫ്രഷറായിട്ട് ജോബ് കിട്ടുന്നതും എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്നതും എല്ലാം അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എസ്പെഷ്യലി GCCയിൽ നല്ലൊരു കരിയർ ആരംഭിക്കാൻ കിട്ടിയ ഏറ്റവും ഫസ്റ്റിലത്തെ ചാൻസ് അതവർ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതിനാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കില്ല് ബേസ് ചെയ്ത് തന്നെയാണെന്നാണ്. നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഇൻ്റർവ്യൂവിൽ പെർഫോമൻസ് ബേസ് ചെയ്ത് മാത്രമല്ല, എന്താ പറയുക, നമ്മുടെ നെഗോഷിയേഷൻ സ്കില്ലും എല്ലാം അവിടെ ചിലപ്പം റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാക്കേജിലോട്ടൊക്കെല്ലാം എത്തിപ്പിടിക്കാൻ നമ്മളിതിനെപ്പറ്റി മാക്സിമം ലേൺ ചെയ്ത്, അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ലേൺ ചെയ്തുകൊണ്ടേയിരിക്കണം. ലേണിംഗ് പ്രോസസ്സ് ഇതിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളതല്ല. എന്ന് വെച്ചാൽ നമുക്കിതിൽ പറഞ്ഞ പോലെ ഈ നമ്മൾ പറഞ്ഞ ഫേവറേറ്റ് ഗാർഡിയൻ്റെ കേസ്, അതുപോലെയുള്ള ഒരുപാട് പേര് ആ ഒരു സ്ലാബിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അത് എന്ന് വെച്ചാൽ നമ്മൾ തേടി വരുന്നതല്ല, നമ്മളത് എന്താ പറയുക ഇനീഷ്യൽ ലെവലിൽ കിട്ടുന്ന പാക്കേജോ അല്ല ഒന്നല്ല. നമ്മൾ കരിയർ ഡെവലപ്പ് ചെയ്യുക എപ്പോഴും പറയുന്നത് തന്നെയാണ്. കരിയർ ഡെവലപ്പ് ഇതിനൊരു അപ്പിംഗ് സ്റ്റേജ് ഉണ്ട്. അത് അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെയുള്ള പാക്കേജിലോട്ടേക്ക് എത്തുന്നത് പോസിബിളാണ്. അത് നമ്മൾ ആ തരത്തിൽ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകണം. ഇനീഷ്യൽ ലെവലിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഇനീഷ്യൽ എന്താ പറയുക ഇനീഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഇനീഷ്യൽ ചിലപ്പം കമ്പാരിറ്റീവ്ലി അറിയില്ല, ചില ഫ്രഷേഴ്സിൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയായിരിക്കും. ചിലപ്പോൾ 3.5 3 4 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്നിൽ കൂടെ നമുക്ക് കരിയർ ആരംഭിക്കാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അതിനെ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാം. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് നല്ല ഗവൺമെൻറ് സെക്ടറിൽ പറഞ്ഞ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെമി അതർ ഏത് സെക്ടറാണെങ്കിലും ഇൻ്റർവ്യൂവിന് അപ്രോച്ച് ചെയ്യാം, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാം.
നല്ല പെർഫോമൻസ് വെച്ചാൽ നല്ല പെർഫോമൻസ് അങ്ങനെ തന്നെയാണ് മൂപ്പർ പറഞ്ഞത്. അത് നമ്മൾ എങ്ങനെ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള നമുക്ക് നമ്മളിപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് വന്ന സമയത്തല്ലേ നമ്മളത് ജെന്യുവനായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞാൻ ഫേക്കായിട്ട് പറയുന്നതല്ല, നമ്മളൊരു സ്റ്റുഡൻ്റാണത് നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വേണം ഫേവറേറ്റ് ഗാർഡിയൻ. അപ്പോൾ ആൾ പറഞ്ഞ പോലെ അന്ന് നോൺ സർട്ടിഫൈഡ് ആയിട്ട് ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് സർട്ടിഫിക്കേഷൻ നേടി അതിന് ശേഷം UAE പോയി UAE നിന്ന് എക്സ്പീരിയൻസ് നേടി അതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ആ ഒരു പാക്കേജിലോട്ട് എത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ലെവലിലോട്ടേക്ക് എത്താൻ അതിൽ മുകളിലോട്ടേക്കും എത്താനുള്ളൊരു പോസിബിലിറ്റി എല്ലാവരിലും ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ സ്കില്ല് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഫോക്കസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പം ഈ കമൻറ്റ് വന്നതുകൊണ്ട് ഒരു ക്ലാരിറ്റി, നമുക്ക് എല്ലാത്തിലും ഒരു ക്ലാരിറ്റി വേണം. GCC രാജ്യങ്ങളിൽ ജോലി പോയിട്ട് ഇനീഷ്യൽ ലെവലിൽ ജോലി പോയിട്ട് ഫ്രഷറായിട്ട് ജോലി കിട്ടുന്നവരുണ്ട്, എക്സ്പീരിയൻസ് ആയിട്ട് പോയിട്ട് ജോലി കിട്ടാത്തവരുണ്ട്. അപ്പം നമ്മളെങ്ങനെ ഇതിനെ ലുക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തതിന് ഇനീഷ്യൽ റിസൾട്ട് വരും. ഇനീഷ്യൽ റിസൾട്ട് വൺസ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ജസ്റ്റ് ഒരു ഇനീഷ്യൽ ജോബിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ തന്നെ ഫോക്കസ് ചെയ്യാം, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാം. നല്ല സ്കില്ല് നല്ല നോളജ് നേടിക്കഴിഞ്ഞാൽ എന്തായാലും എന്താ പറയുക, നമുക്ക് ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും ക്രാക്ക് ചെയ്യാനുള്ള പൊതുവെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഈ ബേസ്ഡ് ചെയ്തുള്ള ഇൻറ്റേൺഷിപ്പുകൾ ആഡ് ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടി. ഇനീഷ്യൽ ലെവലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെയുള്ള എന്താണ് അവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം മനസ്സിലാവണം. അത് ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പം ഇനീഷ്യൽ അത് മാത്രമായിരിക്കില്ല, നമുക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന നോളജ് വേറെ തന്നെയാണ്. ആ എക്സ്പീരിയൻസിൽ നോളജ് അതിൻ്റെ മാക്സിമം ലെവലിൽ കാര്യങ്ങൾ ഇൻപുട്ട് എടുക്കുക. അതിനനുസരിച്ച് പിന്നെ നെക്സ്റ്റ് വരുന്ന നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഫേമിൽ വർക്ക് ചെയ്തു അതിന് ശേഷം വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു, നല്ല പാക്കേജിൻ്റെ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ് വാക്കൻസികളൊക്കെ എന്ന് വെച്ചാൽ സാലറി ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കും, എത്ര പാക്കേജിൻ്റെ സ്ലാബായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചില IP പോലുള്ള ചില പ്രൊജക്റ്റുകൾക്കെല്ലാം ആ രീതിയിലേക്കുള്ള ഇൻവിറ്റീവിനെ നല്ല പാക്കേജ് വരുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ സെമി ആണെങ്കിലും എന്താ പറയുക പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ക്ലിനിക് ആണെങ്കിലും എല്ലാം ഇനീഷ്യൽ ലെവലൊരു സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറി അങ്ങ് പോകണം. എന്നുവെച്ചാൽ മാക്സിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കണക്ഷൻസ് വരും, വലിയ എന്താ പറയുക പുതിയ ആളുകളായിട്ട് ഇൻട്രാക്ഷൻ വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് ഓപ്പർച്യൂണിറ്റി സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മളെ കരിയറിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കമൻറ്റ് ബേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ ചെയ്തത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെന്ത് ചെയ്യുക, ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മെഡിക്കൽ കോഡിങ്ങിൻ്റെ കേസിൽ നമ്മളെപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസും കൂടെ വൈഡ് ആകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇനീഷ്യൽ ലെവലിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്താണോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രഷർ ആയിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫ്രഷേഴ്സിന് ചിലപ്പോൾ ചില കേസിൽ പാരൽ വളരെ കുറവായിരിക്കാം. ബട്ട് വൺസ് നമ്മളതിലൊന്ന് കയറി എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് എന്താ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഫ്രഷറിൻ്റെ കേസിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഒരു നോർമൽ പാക്കേജിലായിട്ട് എന്തായാലും GCC രാജ്യങ്ങൾ വരാറുണ്ട്. നമ്മളത് കറക്റ്റ് നമ്മുടെ കുട്ടികളുടെ ചാർട്ട് നമ്മൾ ആ ഒരു സ്കെയിൽ നമ്മൾ അനലൈസ് ചെയ്യും, അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. കുട്ടികളുടെ എന്താ പറയുക കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളങ്ങനെ പുറത്ത് അങ്ങനെ വിടാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒരുപാട് കുട്ടികൾക്കുള്ള ജോബ് പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ. അപ്പം നമ്മളതെങ്ങനെ ഗ്രാബ് ചെയ്തു, എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മളെങ്ങനെ അത് ആഡ് ഓൺ ചെയ്ത് കൊണ്ടുപോകുന്നു, അതിനെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കരിയർ ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊരു 3 മന്ത് ഷോർട്ട് ടേം കോഴ്സിലൂടെ കൂടിയാണ് അവർ ആരംഭിക്കുന്നത് എന്നുള്ളത് കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അത് ആണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ അതിലൂടെ ഒരു ഗ്രാജുവേറ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ വന്നിട്ട് 3 മന്തിലൂടെ അവർ ഇനീഷ്യൽ ലെവലൊരു ജോബ് അവർ കയറുകയാണ്. അത് GCC ആസ് എ ഫ്രഷറായിട്ട് പോലും അവർക്കൊരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ജോബ് കിട്ടുന്നു. അത് നമ്മളതിനനുസരിച്ച് നമ്മളത് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഇത് കിട്ടും തന്നെയാണ്. നമുക്ക് ഇത് എന്താ പറയുക ത്രൂ ഔട്ട് എന്താ പറയുക ആ ഒരു ഇത് ഞാൻ കഴിഞ്ഞ മാസമൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ കയറി കുട്ടികളിൽ നിന്നൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അത് എടുക്കുന്ന സമയത്ത് ആ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി സൈഡ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്ട്സ് തന്നെ എന്ത് ചെയ്യുക, ഓരോ ഇതിനെയും കാണുക അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടി അല്ലെങ്കിൽ അത് കിട്ടിയില്ല അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി വരുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മളത് നെഗറ്റീവ് ആകുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ആഞ്ഞിറങ്ങുക, എന്ത് ചെയ്യാൻ പറ്റുമോ അതിൽ ചെയ്ത് എന്താ പറയുക ഇൻറ്റേൺഷിപ്പ് ഇൻ്റർവ്യൂ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കാണാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യൽ ലെവലിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഇനീഷ്യൽ ലെവലിൽ കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വൺസ് നമുക്ക് എന്താ പറയുക ഒരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. അപ്പോൾ അതിലൂടെ നമ്മൾ അങ്ങ് കയറി അങ്ങ് പോകണം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.